കൊല്ലവർഷം 1201 ധനുമാസം മുതൽ 1202 ധനുമാസം വരെയുള്ള ഒരു വർഷത്തെ കാലയളവിലെ പ്രവചനങ്ങളാണ് നടത്തുന്നത്. അതായത് 16-12-2025 മുതൽ 14-1-2027 വരെയുള്ള ഒരു വർഷത്തെയാണ്. കന്നിക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. ഉത്ര നക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും അത്തം നക്ഷത്രവും ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യ പാതി ഭാഗവും ചേർന്നതാണ് കന്നിക്കൂർ എന്ന് പറയുന്നത്. കന്നിക്കൂറുകാർക്ക് ഓരോ മാസത്തിൻ്റെയും ഞാൻ വേർതിരിച്ചാണ് പറയുന്നത്. ആദ്യം ധനുമാസത്തെ ഫലങ്ങളാണ് ഞാൻ പറയുന്നത്. ഉയർന്ന പദവിയിലുള്ള ഉദ്യോഗം ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. ഉയർന്ന പദവിയിലുള്ള അധികാര സ്ഥാനങ്ങളുള്ള ഉദ്യോഗം ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ബഹുമതിയും അതുപോലെ തന്നെ വിശേഷ വസ്ത്രങ്ങളും ഒക്കെ ഔദ്യോഗിക വസ്ത്രങ്ങളും ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അത് ചിലപ്പം യൂണിഫോം സർവീസ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഉയർന്ന പദവി ആയിരിക്കാം. ശത്രുക്കൾ തൽക്കാലം ശല്യം ചെയ്യുന്നത് നിർത്തിവെക്കുന്നു. പല രോഗങ്ങൾ ഉണ്ടെങ്കിലും ഉള്ളവർക്ക് അതെല്ലാം ശാന്തി ലഭിക്കുന്നു ഈ ധനുമാസത്തിൽ. അതുപോലെ ഇറങ്ങിത്തിരിക്കുന്ന മിക്ക കാര്യങ്ങളും നടന്ന് കിട്ടുന്നു. ചില ഉദ്യോഗസ്ഥരുടെ ശല്യങ്ങൾ, ചില ഉദ്യോഗസ്ഥർ ശല്യം ചെയ്യുന്നത് എന്നേക്കുമായി അത് ഇല്ലാതെയാകുന്നു. ദുർജനങ്ങളുമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ നിമിത്തമുള്ള ചില ദോഷങ്ങൾ, അതായത് വളരെ മോശമായ ആൾക്കാരുമായിട്ടുള്ള കൂട്ടുകെട്ടിലുണ്ടായിട്ടുള്ള ചില പരാതികൾ, കേസുകൾ, അതെല്ലാം അതിൻ്റെ ദോഷങ്ങളെല്ലാം ഇപ്പം ഇല്ലാതാകുന്നു. ജ്വരം, അലർജി, രക്തദോഷം മുതലായുള്ള രോഗങ്ങൾക്കും സുഖം പ്രാപിക്കുന്നു. രക്തത്തിൽ എന്തെങ്കിലും അണുബാധയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം സുഖം പ്രാപിക്കുന്നു. അശ്രദ്ധ മൂലം ചില കഷ്ടങ്ങൾ ഉണ്ടാകും. അപ്പം വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ല. അശ്രദ്ധ മൂലമുള്ള കഷ്ടങ്ങളേ ഉള്ളൂ. ഭാഗ്യം കൊണ്ട് ലഭിച്ച പദവികൾ നഷ്ടമാകാതെ ശ്രദ്ധിക്കണം. അത് ഭാഗ്യം കൊണ്ട് ലഭിച്ച പദവികൾ, അധികാര സ്ഥാനങ്ങളൊന്നും നഷ്ടമാകാതെ വേണം പ്രവർത്തിക്കാനായിട്ട്. കാരണം അങ്ങനെ എന്തെങ്കിലും അശ്രദ്ധ കാണിച്ചാൽ ഡിമോഷൻ, അതായത് ഡീപ്രമോഷൻ, തരം താഴ്ത്തലുണ്ടാകുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അടുത്ത് മകരമാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. പുത്രലാഭം പ്രതീക്ഷിക്കാം, സന്താനഭാഗ്യം ഉണ്ടാകാം. അതുപോലെ തന്നെ കർമ്മങ്ങൾക്ക് തടസ്സം ഉണ്ടായിരുന്നതെല്ലാം മാറിക്കിട്ടും. എന്ത് കാര്യത്തിനായിരുന്നാലും ഏതിനും തടസ്സം ഉണ്ടായിരുന്നതെല്ലാം മാറിക്കിട്ടും. ധനലാഭം പ്രതീക്ഷിക്കാം. ധാരാളമായിട്ട് പല വഴികളിലൂടെയും ധനം പ്രതീക്ഷിക്കാം. മോശപ്പെട്ട കൂട്ടുകെട്ട് നിമിത്തം പല ദോഷങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കുക. എന്നിരുന്നാൽ മാത്രമേ മറ്റുള്ള ദോഷങ്ങൾ ബാധിക്കാതിരിക്കൂ. പല രോഗങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടായിരുന്നത് മാറിപ്പോകുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ കുടുംബത്തിന് പല ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ശത്രുക്കളിൽ നിന്നും പല ദുഃഖങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം ശ്രദ്ധിച്ചാൽ മതിയാകും. അതുപോലെ തന്നെ പദവി നഷ്ടപ്പെടേണ്ട ഒരു സാധ്യതയുണ്ട്, തരം താഴ്ത്തലുണ്ടാകും. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഔദ്യോഗിക ജീവിതങ്ങൾ മുന്നോട്ട് പോകാൻ. കുംഭമാസത്തെ ഫലങ്ങളാണ് എടുത്ത് പറയുന്നത്. പല ഗുണകരമായ ഫലങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. കുംഭമാസത്തിൽ അകാരണമായ ഭയം ഉണ്ടാകാം. രോഗങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. ധനലാഭം പ്രതീക്ഷിക്കേണ്ട. ഡിമോഷൻ വരുന്നതിനുള്ള, ഇത് തരം താഴ്ത്തുകൾ വരുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. വേണ്ടുന്ന പൂജകളും വഴിപാടുകളും ഒക്കെ നടത്തി ദൈവപ്രീതി നേടുകയും അതുപോലെ ശ്രദ്ധാപൂർവം ജീവിതം മുന്നോട്ട് പോവുകയും ചെയ്താൽ ഈ ദുഃഖങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും ഒരു ലഭിക്കുകയും ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ മീനമാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. കർമ്മങ്ങൾ ഒരുവിധം തടസ്സമില്ലാതെ എല്ലാം നടന്നു പോകുന്നു. പല സൗകര്യങ്ങളും ലഭിക്കുന്നു. അതുപോലെ തന്നെ പല സൗഭാഗ്യങ്ങളും ലഭിക്കുന്നു. നമുക്ക് അവസരങ്ങൾ ധാരാളം ലഭിക്കുന്നു. സ്ഥാനക്കയറ്റം ഉണ്ടാകാം, പ്രൊമോഷൻ ഉണ്ടാകാം. വീട് വാങ്ങാനോ സ്ഥലം വാങ്ങി വീട് പണിയാനോ നിങ്ങൾക്ക് സാധിക്കുന്നു. അതുപോലെ പുനഃതാമസം നടത്താനും സാധിക്കുന്നു അടുത്ത മാസം. അതുപോലെ തന്നെ പല രോഗങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്, വിഷമിപ്പിച്ചുകൊണ്ടിരുന്നതൊക്കെ മാറുന്നു. അതുപോലെ അശ്രദ്ധ മൂലം ലഭിച്ച സ്ഥാനക്കയറ്റം എപ്പോഴും നഷ്ടമാകാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ ഡിപ്രഷൻ മുതലായ ചിന്തകളെല്ലാം യഥാർത്ഥ ചികിത്സ ലഭിക്കുകയും അത് മാറിക്കിട്ടുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു. ചില സ്ത്രീകൾ നിമിത്തം പുരുഷന്മാർക്കും ചില പുരുഷന്മാർ നിമിത്തം സ്ത്രീകൾക്കും ചില ബുദ്ധിമുട്ടുകൾ, മാനഹാനിയൊക്കെ ഉണ്ടാവേണ്ട സാധ്യതയുണ്ട്. അതെല്ലാം വളരെ ശ്രദ്ധിച്ച് വേണം ഇടപെടുവാനായിട്ട്. അടുത്തത് മേടമാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. വീട്ടിലേക്ക് ആവശ്യമുള്ള ഉപകരണങ്ങൾ വാങ്ങുവാനായിട്ട് സാധിക്കും. മിക്സി, ഗ്രൈൻഡർ, വാഷിംഗ് മെഷീൻ, AC അതെല്ലാം വാങ്ങാൻ സാധിക്കും. പല രോഗങ്ങൾക്കും നിങ്ങൾക്ക് കുറവ് വരും. അതുപോലെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് ചേർന്ന ഇണയെ കണ്ടെത്തുവാനും വിവാഹ നിശ്ചയമോ വിവാഹമോ നടക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്.
അതുപോലെ തന്നെ വീഴാണ്ട് ശ്രദ്ധിക്കണം. വീഴാണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒടിവ്, ചതവ് അങ്ങനെയൊക്കെ ഉണ്ടാകേണ്ട ഒരു സാധ്യതയുണ്ട്. പ്ലാസ്റ്ററും അതും ഇതൊക്കെ ഇടുകയും ഓപ്പറേഷൻ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചാൽ മതി, അത് ഒഴിവാകാം. അതുപോലെ മനോവിചാരങ്ങൾ വന്നേക്കാം. ആവശ്യമില്ലാത്ത ചിന്തകളും ഭാവിയെക്കുറിച്ചുള്ള ആകാംക്ഷയൊക്കെ ഉണ്ടാകാം. അതുമൂലം അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും മനസ്സിലുണ്ടാകാൻ സാധ്യതയുണ്ട്. അതെല്ലാം കഴിയുന്ന ചിന്തകളൊക്കെ ഒഴിവാക്കുക. വേണ്ടി വന്നാൽ ഒരു മനോരോഗ വിദഗ്ധൻ്റെ സഹായം ആവശ്യമാകുക. സ്ഥാനമാറ്റത്തിന്, അതായത് സ്ഥലം മാറ്റത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ അത് എന്തെങ്കിലും രീതിയിൽ നിങ്ങളുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ചിട്ടൊരു ഡിമോഷൻ വരേണ്ട ഒരു സാധ്യതയുണ്ട്. തരം താഴ്ത്തൽ, അത് ശ്രദ്ധിച്ചാൽ മതി. പല അനർത്ഥങ്ങളുണ്ടാകാം. പല രീതിയിലുള്ള വിഷമങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടാകേണ്ട ഒരു സാധ്യതയുണ്ട്. പാഴ്ചെലവുകൾ കുറച്ചാൽ കുറേയൊക്കെ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. ഇടവമാസത്തെ ഫലങ്ങളാണ് അടുത്ത് പറയുന്നത്. അഗ്നിഭയം ഉണ്ടാകാം, തീയിൽ നിന്നുള്ള ഭയം ഉണ്ടാകാം. ചിലപ്പം തീ പിടിക്കുന്നതിനുള്ള ചില സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നാശനഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇപ്പം തീ പിടിക്കുന്നത് ഇടിമിന്നലിൽ നിന്നാകാം, ഇലക്ട്രിസിറ്റിയിൽ നിന്നാകാം, അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റവിൽ നിന്നോ മറ്റുള്ള രീതിയിലൊക്കെ ആകാം. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. കാര്യങ്ങൾ നടന്നു കിട്ടാനുള്ള സാധ്യത വളരെ എളുപ്പമാണ് കാണുന്നത്. എളുപ്പത്തിൽ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടേണ്ട ഒരു സാധ്യതയുണ്ട്. അധികം ശ്രമമൊന്നും ഇല്ലാണ്ട് തന്നെ ദേഹത്തിലുള്ള പുണ്ണ്, മുറിവ്, ചതവ്, ഒടിവ് ഇതെല്ലാം ഭേദമാകുന്നു. അങ്ങനെ ഉള്ളവർക്ക് അതെല്ലാം സുഖമായി കിട്ടുന്നു. രക്തസംബന്ധമായ ചില രോഗങ്ങൾ കുറയും. അതായത് കൊളസ്ട്രോള്, പ്രഷർ അല്ലെങ്കിൽ രക്തത്തിൽ അണുബാധകളെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കുറഞ്ഞു കിട്ടും. മനോദുഃഖം തീർച്ചയായിട്ടും മാറിക്കിട്ടും. കടബാധ്യതയും ക്രമേണ കുറഞ്ഞ് തുടങ്ങും. അതുപോലെ തന്നെ ഒരു ഡിമോഷൻ വരുമെന്നുള്ള മനസ്സിൻ്റെ ആ ഒരു ഇത് മാറിക്കിട്ടും, ഭയം മാറിക്കിട്ടും. അതുപോലെ പാഴ്ചെലവുകൾ ഉണ്ടാകും, അത് നിങ്ങൾ നിയന്ത്രിക്കുക. അടുത്തത് മിഥുനമാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. പല രോഗങ്ങളും കുറയുന്നു. പുണ്ണ്, മുറിവ്, ചതവ് എന്നിവ കൊണ്ടുള്ള വിഷമങ്ങളെല്ലാം നിങ്ങൾക്ക് മാറിക്കിട്ടുന്നു. അതിൽ നിന്നെല്ലാം മോചനം കിട്ടുന്നു. അതുപോലെ രക്തസംബന്ധമായ രോഗങ്ങളുള്ളവർക്കും അത് നിയന്ത്രിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. മാനഭംഗം വരാതിരുന്നത് ഒരു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. കടബാധ്യതയ്ക്കൊക്കെ ഒരു കുറവ് വരാം. പല കാര്യങ്ങളിലും നടന്നു കിട്ടാനുണ്ടായ കാലതാമസങ്ങളെല്ലാം അത് മാറിക്കിട്ടുന്നു. വല്ല ബില്ലുകൾ മാറാനുണ്ടെങ്കിലോ കുടിശ്ശിക ആയിട്ടുള്ള പണം കിട്ടാനുണ്ടെങ്കിലോ അതെല്ലാം തടസ്സം മാറിക്കിട്ടി അത് ലഭ്യമാകുന്നു. പാഴ്ചെലവുകൾ ബുദ്ധിപൂർവം നിയന്ത്രിക്കുക. മഹാഗണപതി ഭഗവാനെ പൂജകൾ നടത്തി ഭഗവാന്റെ പ്രീതി നേടുക നല്ലതായിരിക്കും. അടുത്ത കർക്കിടക മാസത്തെ ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. ഉദ്യോഗസ്ഥർക്കും പൊതുപ്രവർത്തകർക്കും സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത്രയും കാലം മാസങ്ങൾ കടന്ന് കഷ്ടപ്പെട്ടെങ്കിലും അത് പേടിയുണ്ടെങ്കിൽ അതെല്ലാം മാറി അവർക്ക് പ്രൊമോഷൻ കിട്ടാൻ, സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ദാനം, ദയ, കരുണ, സഹായിക്കാനുള്ള ഒരു മനസ്സ് എന്നിവയുള്ളവർക്ക് ഈശ്വര കടാക്ഷം തീർച്ചയായിട്ടും ലഭിക്കേണ്ട ഒരു മാസം കൂടിയാണ് ഈ കർക്കിടക മാസം. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും നടന്നു കിട്ടേണ്ട കാലതാമസങ്ങളെല്ലാം ഒഴിവായി കിട്ടും. പല രീതിയിലും ധനനാശം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ക്രമേണ നിയന്ത്രിക്കുവാൻ സാധിക്കുന്നു. ശത്രുക്കളുടെ ശല്യം കുറയുന്നു. ഒരുവിധം വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടന്നു കിട്ടുന്നു. ആവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കുക. അത്യാവശ്യത്തിന് മാത്രം യാത്ര ചെയ്യുക. അതായിരിക്കും ഏറ്റവും നല്ലത്. ചെലവുകൾ കുറയ്ക്കാൻ സാധിക്കും. അടുത്ത ചിങ്ങമാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. അതായത് വിനോദയാത്രകളിൽ പോകാനും വിനോദയാത്രകൾ ദൂരസ്ഥലങ്ങളൊക്കെ കുടുംബസമേതം സന്ദർശിക്കാനും വിശിഷ്ടമായ വസ്ത്രങ്ങൾ നിങ്ങൾക്ക് വാങ്ങുന്നതിനും ധരിക്കുന്നതിനും പ്രത്യേക വിഭവങ്ങൾ എല്ലാം കഴിച്ചിട്ടില്ലാത്ത പ്രത്യേക വിഭവങ്ങൾ ഓരോ നാട്ടിലെയും ഭക്ഷിക്കുന്നതിനും നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാകുന്നു. രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ശാന്തി ലഭിക്കുന്നു. തടസ്സമില്ലാതെ കാര്യങ്ങൾ നടന്നു കിട്ടുന്നു. കടക്കിണിയിൽ നിന്നും ക്രമേണ മോചനം നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങുന്നു. ജീവിതത്തിൽ ക്രമേണ പുരോഗതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആവശ്യമില്ലാത്ത ചെലവുകൾ ഇവിടെയും നിങ്ങൾ നിയന്ത്രിക്കേണ്ടതാകുന്നു. കാരണം ഈ കന്നിക്കൂറുകാർക്ക് ധാരാളം ചെലവുകൾ, പാഴ്ചെലവുകൾ വരേണ്ട സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എല്ലാ മാസത്തിലും അങ്ങനെ പറയുന്നത്. കന്നിമാസത്തെ ഫലങ്ങളാണ് അടുത്ത് പറയുന്നത്. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഒരു പരിധിവരെ സാധിച്ചു കിട്ടുന്നു. സ്ഥാനക്കയറ്റം ലഭിക്കാം ഉദ്യോഗസ്ഥർക്കും പൊതുപ്രവർത്തകർക്കും. അതുപോലെ ധനലാഭം പല വഴിയിലും നിങ്ങൾക്ക് വന്നു ചേരാം. കൃഷിക്കാർക്ക് നാണ്യവിളകളിൽ നിന്ന് ധാരാളം ലാഭങ്ങൾ, കർഷകർക്ക് ധാരാളം ലാഭങ്ങൾ കിട്ടുകയും അതുപോലെ അവർക്ക് ധനം ശേഖരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. അതുപോലെ അവാർഡ് ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നു. കർഷകർക്ക് ഒരു അവാർഡ് ലഭിക്കുന്നതിനുള്ള, നല്ല കർഷകെന്നോ കർഷകശ്രീ എന്നോ ഒക്കെയുള്ള അവാർഡുകൾ ലഭിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാം.
ലോൺ റിക്കവറി, അതായത് കണ്ടുകെട്ടൽ നടപടികൾ, ലോൺ കുടിശ്ശികയൊക്കെ വന്നിട്ട് അതിൻ്റെ കണ്ടുകെട്ടൽ നടപടികളൊക്കെ നിങ്ങൾക്ക് ഈ കന്നിമാസത്തിൽ ഒഴിവായി കിട്ടുന്നു. ശ്രമിച്ചു കഴിഞ്ഞാൽ പല രോഗങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടെങ്കിലും അതൊക്കെ ശാന്തി കിട്ടുന്നു. കടം തീർക്കുവാൻ ശ്രമിച്ചാൽ സന്മനസ്സുള്ളവർ നിങ്ങളെ സഹായിക്കാനായിട്ട് വരുന്നതായിട്ടും കാണുന്നുണ്ട്. ശ്രമിച്ചാൽ ജീവിത പുരോഗതി ഉണ്ടാകാനുള്ള സാധ്യതയും ഈ കന്നിമാസത്തിൽ കാണുന്നുണ്ട്. അടുത്ത തുലാമാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. പല രീതിയിലും ധനം ലഭിക്കാം. കൃഷിക്കാർക്ക് ധാരാളം വിളവുകൾ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുവഴി ധാരാളം പണം ലഭിക്കാം. കർഷകർക്ക് നാണ്യവിളകളിൽ നിന്നും തോട്ടവിളകളിൽ നിന്നൊക്കെ അവർക്ക് ധാരാളം പണം ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആദരിക്കൽ ചടങ്ങ് ഉണ്ടാകാം. നേരത്തെ കന്നിമാസത്തിൽ പറഞ്ഞതുപോലെ അവർക്കൊരു അവാർഡ് കിട്ടുന്നതിനും കർഷകശ്രീയൊക്കെ കിട്ടുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അത് ക്ഷീര കർഷകർക്കും എല്ലാ കർഷകർക്കും അത് ബാധകമാണ്. അകാരണമായ ഭയം നിങ്ങളെ വേട്ടയാടിയിരുന്നതെല്ലാം ഒഴിഞ്ഞു പോകുന്നു. അതുപോലെ തന്നെ അതെല്ലാം മാറി മനസ്സിന് സന്തോഷവും ഉന്മേഷവും ലഭിക്കുന്നു. എല്ലാ തടസ്സങ്ങൾക്കും പ്രതിവിധി ഉണ്ടാകുന്നു. അലച്ചിലും ബുദ്ധിമുട്ടും പ്രയാസങ്ങളെല്ലാം മാറിക്കിട്ടും. രോഗങ്ങളുള്ളവരാണെങ്കിൽ രോഗം ശമിക്കുന്നു. കടക്കിണിയിൽ നിന്നും ക്രമേണ നിങ്ങൾക്ക് മോചനം കിട്ടി നിങ്ങൾ ജീവിത പുരോഗതിയിലേക്ക് എത്തിച്ചേരുന്നു. പാഴ്ചെലവുകൾ നിങ്ങൾ നിയന്ത്രിച്ചു പോകുന്നത് നല്ലതായിരിക്കും. അടുത്തത് വൃശ്ചിക മാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. ശത്രുക്കളുടെ ശല്യം കുറയുന്നു, പൂർണ്ണമായും കുറയുന്നു. രോഗങ്ങൾക്ക് ശാന്തി ലഭിക്കുന്നു. കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കുന്നു. വലിയ തടസ്സങ്ങളൊന്നുമില്ലാണ്ട് നടന്നു കിട്ടുന്നു. അതുപോലെ കടക്കിണിയിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നു. ജീവിതത്തിൽ പുരോഗതി നിങ്ങൾക്ക് ലഭിക്കുന്നു. പല തടസ്സങ്ങളും മാറിക്കിട്ടും. ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷൻ ലഭിക്കാം, സ്ഥാനക്കയറ്റം ലഭിക്കാം. പൊതുപ്രവർത്തകർക്കും അതുപോലെ തന്നെയാണ്, സ്ഥാനക്കയറ്റം ലഭിക്കാം. ശരീരസുഖവും മനസ്സന്തോഷവും നിങ്ങൾക്ക് ലഭിക്കുന്നു. അതുപോലെ ദുർവ്യയായത് പാഴ്ചെലവുകൾ നിങ്ങൾ നിയന്ത്രിച്ചേ മതിയാകൂ. അടുത്തത് ധനുമാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. പല രീതിയിലും ധനം ലഭിക്കാം. കൃഷിക്കാർക്ക് വളരെ ഗുണം ലഭിക്കുന്ന ഒരു മാസം കൂടിയാണിത്. അവരുടെ വിളവെടുപ്പിൽ ധാരാളം പണം അവർക്ക് ലഭിക്കാം. എല്ലാവരിൽ നിന്നും ബഹുമാനം ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ശത്രുനാശം വരാം. രോഗങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്നു. ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭയപ്പെടുത്തുന്ന നോട്ടീസുകളും അടിക്കടി അവർ നിങ്ങളെ വന്ന് നേരിൽ കണ്ട് ഭീഷണിപ്പെടുത്തുന്നതെല്ലാം ഒരു പരിഹാരമാകുന്നു. അതിനൊക്കെ ഒരു പരിഹാരം നിങ്ങൾക്കുണ്ടാകുന്നു. അതൊക്കെ നിങ്ങൾക്ക് വേണ്ടുന്ന രീതിയിൽ കൈകാര്യം ചെയ്ത് അവരുടെ ഭീഷണികളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത യാത്രകൾ നിങ്ങൾ ഒഴിവാക്കുക. അത്യാവശ്യത്തിന് മാത്രം യാത്ര ചെയ്യുക. തിരഞ്ഞെടുപ്പിൽ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജയിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അധികാരമുള്ള പദവിയും ഉദ്യോഗങ്ങളെല്ലാം ലഭിക്കേണ്ട സാധ്യതയുണ്ട്. ഇത് പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ് ഇവിടെ പ്രവചിച്ചത്. കൃത്യമായ ഫലങ്ങൾക്ക് ജാതക പരിശോധന ആവശ്യമായിട്ട് വരികയാണ്. നിങ്ങൾക്ക് ഉള്ള ജ്യോതിഷപരമായോ പൂജാപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ ഉള്ള കാര്യങ്ങൾക്ക് തന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ പുതുവർഷത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആരോഗ്യ സൗഭാഗ്യങ്ങളെല്ലാം ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.